കിടിലം സൂപ്പർ. ഒന്നും പറയാനില്ല, പക്ഷെ ഇനി കാണാൻ പറ്റൂല എന്നുള്ള ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കരഞ്ഞു സീരിയസ് ആയിട്ട്, ഉറപ്പായിട്ടും. അണ്ണൻ്റെ മാസ് ഡാൻസ് ഒക്കെ മിസ് ചെയ്യും. ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ ആ ഒരു ഇത്. പിന്നെ സൂപ്പർ. കുഴപ്പമില്ല, കൊള്ളാം. ലാസ്റ്റ് വിജയപ്പെടാം, അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു, വിജയ് സൂപ്പറായിരുന്നു. കൊള്ളാം. ലാസ്റ്റ് പടം തിയേറ്ററിൽ കൊള്ളാം, കുഴപ്പമില്ല, നല്ല വലിയ പടം, കുഴപ്പമില്ല. ലാസ്റ്റ് പടം പൊളി പടം. അടിച്ച കീറ് അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഹേറ്റേഴ്സ് പറയണമെന്നില്ല. വിഷയം എന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറഞ്ഞാൽ തീ ഇതെങ്ങാനും ഇലക്ഷന് മുമ്പ് ഇറങ്ങിയത് കത്തിയ അത്ര വിഷയം സെറ്റ് സീന്. അമിതാഭ് ബച്ചൻ, എൻ്റെ അമ്മോ, അമിതാഭ് ബച്ചൻ വിഷയം കേട്ടാ. ലാസ്റ്റ് ഇവിടെ സത്യം പറയല്ല, ഞാൻ മുമ്പത്തെ റിവ്യൂ കേട്ടിട്ടാണ് വന്നത്. മീൻസ് അത്ര ഹൈപ്പ് ഇല്ല, പക്ഷെ ഹൈപ്പ് ഉണ്ട് മോനെ. അവിടെ തിയേറ്ററിൽ കാണാൻ തീന്ന് പറഞ്ഞ രോമാച വിഷയം. സത്യം അവസാനം ആ ഒരു വിജയിന്റെ എല്ലാ സിനിമയും കാണിച്ച നല്ല വിഷമം വന്നു. കാരണം അത്രയും നമുക്ക് ഒരു തിയേറ്ററിൽ കയറുന്ന ആരാ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ ഒന്നും പറയണ വിഷയം. ഇതുപോലത്തെ തിയേറ്ററിൽ പോയതാണ് എക്സ്പീരിയൻസ് ആണ് വിഷയം. നല്ല പടമായിരുന്നു, നല്ലൊരു പടമായിരുന്നു ലാസ്റ്റ് സിനിമ. നല്ല പടമാണ്. വിജയ് ആരാധകർക്ക് നന്നായി ഇഷ്ടപ്പെടും. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. മാസാണ് പടം, മാസാണ്. മൂവി കൊള്ളായിരുന്നു. നല്ലൊരു മെസ്സേജ് സോഷ്യൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അതെ ഭയങ്കര ടച്ചി ആയിരുന്നു. മിസ് ചെയ്യും. അല്ല അടിപൊളി. ഒരു രക്ഷയില്ല. കിടില. ഇപ്പോഴത്തെ അതേ ഇതിന് ഇറക്കിയ പോലെ ഉണ്ട്. ലാസ്റ്റ് പടമല്ലേ? അത്ര ലാസ്റ്റ് ഡാൻസ് അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് പടം ബ്രോ, നല്ല എൻജോയ് ചെയ്യാൻ കാണാൻ പറ്റുന്ന പടം. സെറ്റ് പക്ക വിജയ് പടം. അടിപൊളി. വിജയ് ഭയങ്കര മാസായിരുന്നു, സെറ്റാണ്, മസ്റ്റ് വാച്ച്. മമിത അടിപൊളി, ഒന്നും പറയല്ല. ഒന്നും പറയല്ല. വിജയ് ഫാൻസ് ആണെങ്കിൽ മസ്റ്റ് വാച്ച്. ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയ്യോ ഇല്ല. ആസ് എ വിജയ് ഫാൻ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. എൻ്റെ മാത്രം ഒപ്പീനിയൻ. വിജയ് കൊള്ളാം, അവസാന പടമാണ്. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എനിക്കിപ്പം നിലവിൽ കണ്ടിറങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല പടം. ഒരു ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രിബ്യൂട്ടായിരുന്നു. പുള്ളി മറ്റേ ഇലക്ഷൻ ജയിച്ചുകൊണ്ട് ഭയങ്കര കണക്ട് കിട്ടി എല്ലാവർക്കും. ആ സിനിമ കൊള്ളാം. ഒരു വൺ ടൈം വാച്ച് പക്ക എൻ്റർടൈനർ ആയിരുന്നു. മമിത ഒക്കെ നല്ല റോള്. ബിക്കോസ് നല്ല വുമൺ എംപവർമെൻറ്റിനൊക്കെ പറയുന്ന റോള് മമിത ബൈജു നല്ല അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് നല്ലൊരു ബ്രേക്കാണ്. ഈ വിജയോട് അഭിനയിച്ചുകൊണ്ട് കുറച്ച് നല്ല റീച്ച് കിട്ടും. നെഗറ്റീവ് എന്ന് വെച്ചാൽ ലെങ്ത്ത് ഇത്തിരി കൂടുതലായിരുന്നു, 3 hours ലെങ്ത്ത്. മറ്റപടി ആ വില്ലൻ വീക്കായിരുന്നു. അത് ഹീറോനെ കമ്പയർ ചെയ്യുമ്പോൾ വില്ലൻ കുറച്ച് വീക്കായി പോയി. അത് പിന്നെ കുറേ കണക്ട് കേരള ഓഡിയൻസിന് ചിലത് കിട്ടത്തില്ല. കാര്യം ഇത് തമിഴ്നാട് ഇലക്ഷന് വേണ്ടി ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. സോ കേരളയിൽ ചില ഇത് കണക്ട് കിട്ടൂല. ഓവറോൾ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. ഫാമിലിയോടെ ഒന്ന് കാണാം. പക്ഷേ 18+ ആണ്, അതൊരു നെഗറ്റീവാണ്. 18+ ആയതുകൊണ്ട്. പക്ഷെ വൺ ടൈം എല്ലാവരും വന്ന് കാണാം. നല്ലൊരു മെസ്സേജ്, വുമൺ എംപവർമെൻറ്റ് മെസ്സേജ് ഒക്കെ കൊടുക്കും. നല്ല പടം. വിജയ് സൂപ്പർ.